ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്രയും ദിവസം വെക്കേഷനൊക്കെ ആഘോഷിച്ചു അല്ലെ, അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തു. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ലൊരു ജീവിയും എന്ന ചാപ്റ്റർ ബേസ് ചെയ്തുള്ള പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ വിവിധ ജീവജാലങ്ങളുടെ ആഹാര രീതിയെക്കുറിച്ചും ഫുഡ് ചെയിൻ, ഫുഡ് വെബ് എന്തൊക്കെയാണെന്ന്, അത് കരയിലെ ജീവജാലങ്ങളുടെയും കുറിച്ചും വെള്ളത്തിലെ ജീവജാലങ്ങളെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ലൊരു ജീവിയും. ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ബേർഡ് ഏതാണെന്ന്. വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ? ഏതാണ്? കിങ് ഫിഷർ. നമുക്ക് പിക്ചർ കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം. വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? ഇതിനെ നമ്മൾ എവിടെയാണ് കാണുന്നത് കൂടുതലായിട്ട്? വേർ ഈസ് ദ ബേർഡ് യൂഷ്വലി സീൻ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? എവിടെയാണ് നമ്മൾ ഈ ബേർഡിനെ കൂടുതലായിട്ട് കാണുന്നത്? കുളക്കരയിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത് അല്ലേ. എന്താണ് അവയുടെ പ്രധാന ഫുഡ് എന്ന് പറയുന്നത്? എന്തോന്നാണ്? സാധാരണ ഉപയോഗിക്കുന്ന എന്താണ്? ഫിഷാണ് അതിന്റെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത്. പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഫിഷാണ്. ഇത് സാധാരണ എവിടെയാണ് കാണുന്നത്? കിങ് ഫിഷർ ലീവ്സ് ഇൻ ദ ബ്യൂറോസ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓർ നിയർ പോൺസ്. എവിടെ? റിവർ ബാങ്ക്സിന്റെ പോൺസിന്റെ ഒക്കെ സൈഡിലായിട്ടൊക്കെ ആയിരിക്കും കിങ് ഫിഷറിനെ നമ്മൾ കാണുന്നത്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ സാധാരണയായി താമസിക്കുന്നത്. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വെയർ ദേ ക്യാൻ ഫിഷ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അത് താമസിക്കുന്നത്? ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. കിങ് ഫിഷർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? കിങ് ഫിഷറിന്റെ പ്രധാന ഫുഡ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ഫിഷാണ്. അതുകൊണ്ട് ആ ഫിഷ് കൂടുതലായിട്ട് കിട്ടുന്നത് എവിടെയാണോ ആ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് താമസിക്കുന്നത്. ഓക്കെ, നോക്ക്. there are many creatures around us who eat various kinds of food. What are the different types of food that they eat? What is the main food of God? അപ്പോൾ പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിരിക്കില്ല മറ്റുള്ള ജീവജാലങ്ങൾ കഴിക്കുന്നത്. അവ കഴിക്കുന്ന ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ പല ജീവജാലങ്ങളും പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോഡ്? ഗോഡിന്റെ പ്രധാനപ്പെട്ട ആഹാരം എന്താണ് നമുക്കറിയാം. ആടെന്തൊക്കെയാണ് കഴിക്കുന്നത്? പുല്ല് കഴിക്കും, ഇലകൾ കഴിക്കും, തൊലിയൊക്കെ അതിന്റെ പ്രധാന ആഹാരത്തിൽ പെട്ടതാണ്. വിച്ച് അതർ ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്ട് ഓഫ് പ്ലാന്റ്? സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? ഏതെല്ലാം നമുക്കറിയാം. ഡെയർ, റാബിറ്റ്, ഇവിടെ 2 തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ അടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാനും മുയലും തന്നിട്ടുണ്ട്. നമുക്കറിയാം വേറെ ഏതൊക്കെ? കൗവ്, ഗോട്ട്, എലിഫന്റ്, ഗ്രാസ് ഹോപ്പർ, ഇതൊക്കെ പുല്ല് കഴിക്കുന്നതാണ് തന്നല്ലോ. മാൻ, പുൽച്ചാടി, മുയൽ, പശു, ആട്, ആന, ഇവയൊക്കെ പുല്ല് ഭക്ഷിക്കുന്നവയാണ്. ഓക്കെ, നോക്കാം. അടുത്ത ഫുഡ് ആൻഡ് ഹാബിറ്ററ്റ്, വാസസ്ഥലവും ആഹാരവും. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. ചിത്രത്തിൽ നോക്കൂ, ഒത്തിരി ജീവജാലങ്ങളെ നമുക്കിവിടെ കാണാം. ഇതൊരു ഹാബിറ്ററ്റ് ആണ്, ഒരു ആവാസ വ്യവസ്ഥയാണ്. നോക്കിയോ, റൈറ്റ് ഡൗൺ ദ ക്രീച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ നമുക്ക് എന്തിനൊക്കെ കാണാം? ക്രെയിൻ കാണാം, ഫ്രോഗ്, ടോർട്ടോയിസ്, ഗ്രാസ് ഹോപ്പർ, ഇതൊക്കെ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയും. റൈറ്റ് ഡൗൺ ദ ക്രീച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. വിച്ച് ഓഫ് ദീസ് ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? അപ്പൊ ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതാനാണ്. നമുക്ക് എഴുതാം. ഫ്രോഗ്, ടോർട്ടോയിസ്, ക്രെയിൻ, ക്രാബ്, ക്രോ, ലാർജ് ഫിഷ്, സ്മാൾ ഫിഷ് ഒക്കെ ഉണ്ട് ഇതില്. ഓക്കെ, ഇതില് ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് സസ്യങ്ങളെ ആഹാരമാക്കുന്നത്? സ്മാൾ ഫിഷസ്, ഗ്രാസ് ഹോപ്പർ, വോം ഒക്കെ പ്ലാന്റ്സിനെ ആഹാരമാക്കുന്നവയാണ്. ഏതൊക്കെയാണ്? ചെറുമീനുകൾ, പുൽച്ചാടി, പുഴു, ഒച്ച്, ആമ, തുമ്പി, ഇതൊക്കെ ഗ്രാസിനെ ആഹാരമാക്കുന്നവയാണ്. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ള വിച്ച് ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ സ്മാൾ ഫിഷസ്? ഇതിലേതൊക്കെയാണ് സ്മാൾ ഫിഷസിനെ ആഹാരമാക്കുന്നത്? ചെറിയ
മീനുകളെ ആഹാരമാക്കുന്നത് ആരൊക്കെയുണ്ട്? വലിയ മീനുകളുണ്ട്, തവളയുണ്ട്, കൊക്കുണ്ട്, പക്ഷിയുണ്ട്, ഞണ്ടുണ്ട്, നീർക്കോലിയുണ്ട്. അതൊക്കെ ഫ്രോഗ്, ടോർട്ടോയിസ്, ക്രെയിൻ, ക്രാബ്, ക്രോ, ലാർജ് ഫിഷ് ഒക്കെ എന്തോന്നാണ്? സ്മാൾ ഫിഷിനെ ഭക്ഷിക്കുന്നവയാണ്. ഓക്കെ, അടുത്ത് നോക്കാം. Every creatures in the pictures feed on some other organism. Small fishes feed on plants. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു, വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. അല്ലെ, ചെറിയ മീനുകൾ എന്ന് പറയുന്നത് സസ്യങ്ങളെ ആഹാരമാക്കുന്നു. ഈ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു? വലിയ മീനുകൾ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു. Cranes feed on fishes. Complete the illustration by adding other creatures in the field. അപ്പൊ കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റു ജീവികളെ ഉൾപ്പെടുത്തി ഈ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ വരാം. പ്ലാന്റിനെ ഭക്ഷിക്കുന്നത് ആരൊക്കെയുണ്ട്? സ്മാൾ ഫിഷ് ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, വോം ഉണ്ട്. ഈ സ്മാൾ ഫിഷിനെ ഭക്ഷിക്കുന്നത് ആരൊക്കെയുണ്ട്? ലാർജ് ഫിഷ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്. ഈ ലാർജ് ഫിഷിനെ ഭക്ഷിക്കുന്നത് ആരുണ്ട്? ക്രെയിൻ ഉണ്ട്, ഫ്രോഗിനെയും ക്രെയിൻ ഭക്ഷിക്കുന്നുണ്ട്. അടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രാസ് ഹോപ്പർ, ഓം ഉണ്ട്. ഓമിനെ ആര്? ക്രോ ഭക്ഷിക്കുന്നുണ്ട് അല്ലെ. അതൊരു ഫുഡിന്റെ ഒരു ചെയിൻ പോലെ വന്നിട്ടില്ലേ. പ്ലാന്റിനെ ഭക്ഷിക്കുന്ന സ്മാൾ ഫിഷിനെ ഭക്ഷിക്കുന്ന ലാർജ് ഫിഷിനെ ഭക്ഷിക്കുന്ന ക്രെയിൻ. ആ ഒരു രീതിയിൽ സസ്യങ്ങള്, ചെറുമീനുകൾ, പുൽച്ചാടി, പുഴുവൊക്കെ സസ്യങ്ങളെ ഭക്ഷിക്കുന്നു. ഈ ചെറുമീനിനെ ഭക്ഷിക്കുന്ന വലിയ മീന്, തവളയൊക്കെ ഉണ്ട്. വലിയ മീനിനെ ഭക്ഷിക്കുന്ന കൊക്കുണ്ട്. ഇവിടെ പുഴുവിനെ ഭക്ഷിക്കുന്ന കാക്കയുണ്ട്. അതിപ്പോൾ കണക്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി? അടുത്ത് നോക്ക്, ലിങ്കഡ് ടുഗദർ. ഡിയർ റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ്. നമുക്കറിയാം, കണ്ണി ചേർന്ന് ഓരോന്ന് ചേർന്ന് വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്ക്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കാനാണ് ഇവിടെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ആഡിങ് അതർ ക്രീച്ചേഴ്സ്. ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്? പ്ലാന്റിനെ ഭക്ഷിക്കുന്ന ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഡീർ പറഞ്ഞിട്ടുണ്ട്, റാബിറ്റ് പറഞ്ഞിട്ടുണ്ട്, ഗ്രാസ് ഹോപ്പർ. അപ്പൊ ഡീറിനെ ഭക്ഷിക്കുന്ന ആരുണ്ട്? ലയൺ ഉണ്ട്. റാബിറ്റിനെ ആരെ? ടൈഗർ. ഗ്രാസ് ഹോപ്പറിനെ ഭക്ഷിക്കുന്ന ഫ്രോഗ്. അപ്പൊ ഇതൊന്ന് കംപ്ലീറ്റ് ആയി അല്ലേ. സസ്യം ഏതൊക്കെ സസ്യത്തിനെ ഭക്ഷിക്കുന്ന? മാനുണ്ട്, മുയലുണ്ട്, പുൽച്ചാടി. മാനിനെ ഭക്ഷിക്കുന്ന സിംഹം, മുയലിനെ ഭക്ഷിക്കുന്ന കടുവ, പുൽച്ചാടിയെ ഭക്ഷിക്കുന്ന തവള. അപ്പൊ ഈ ഒരു ആഹാരബന്ധം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി. സസ്യത്തെ ഭക്ഷിക്കുന്ന മാനിനെ ഭക്ഷിക്കുന്ന സിംഹം, സസ്യത്തെ ഭക്ഷിക്കുന്ന മുയലിനെ ഭക്ഷിക്കുന്ന കടുവ, സസ്യത്തെ ഭക്ഷിക്കുന്ന പുൽച്ചാടിയെ ഭക്ഷിക്കുന്ന തവള. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കൂ. ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ another for food. This interrelationship among them is the food web. അപ്പൊ എന്താണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ജീവികൾ ആഹാരത്തിന് വേണ്ടി പരസ്പരം ആശ്രയിക്കുന്ന ആ ഒരു ശൃംഖലയ്ക്കാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പോൾ ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ another for food. This interrelationship among ദം ഈസ് ദ ഫുഡ് വെബ്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ? ആഹാരത്തിന് വേണ്ടി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തിനാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പൊ ആഹാര ശൃംഖലാജാലം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു ആഹാര ശൃംഖലയ്ക്കാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ കണക്ട് ചെയ്ത് നമുക്ക് ഫുഡ് വെബ് കുറെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഗ്രാസിനെ ഭക്ഷിക്കുന്ന ഏതാ? ഡിയറിനെ ഭക്ഷിക്കുന്ന ലയൺ, ഗ്രാസിനെ ഭക്ഷിക്കുന്ന റാബിറ്റിനെ ഭക്ഷിക്കുന്ന ടൈഗർ, ഗ്രാസിനെ ഭക്ഷിക്കുന്ന ഗോട്ടിനെ ഭക്ഷിക്കുന്ന ടൈഗർ, ഗ്രാസ്, റാബിറ്റ്, ഹ്യൂമൻ. അങ്ങനെ ഗ്രാസ് ഹോപ്പർ, ഫോൾ, ഹ്യൂമൻ, ഗ്രാസ്, worm, frog, snake, eagle. Grass hopper, frog, snake, eagle. Grass, worm, carrot, snake, eagle. Grasshopper, fowl, snake, eagle. Grasshopper, carrot, snake, eagle. Grass, worm, fowl,
സ്നേക്ക്, ഈഗിൾ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പലതരത്തിലുള്ള ഫുഡ് വെബ് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ? പുല്ല്, മാൻ, സിംഹം, പുല്ല്, മുയൽ, കടുവ, പുല്ല്, ആട്, കടുവ, പുല്ല്, മാൻ, കടുവ, പുല്ല്, മുയൽ, മനുഷ്യൻ, പുല്ല്, ആട്, മനുഷ്യൻ, പുല്ല്, പുഴു, കോഴി, മനുഷ്യൻ, പുല്ല്, പുൽച്ചാടി, കോഴി, മനുഷ്യൻ, പുല്ല്, പുല്ല് തിന്നുന്ന പുഴു, പുഴുവിനെ തിന്നുന്ന തവള, തവളയെ തിന്നുന്ന പാമ്പ്, പാമ്പിനെ കഴിക്കുന്ന കഴുകൻ. പുല്ലിനെ കഴിക്കുന്ന പുൽച്ചാടി, തവള, തവളയെ കഴിക്കുന്ന പാമ്പ്, പാമ്പിനെ കഴിക്കുന്ന കഴുകൻ. പുല്ലിനെ കഴിക്കുന്ന പുഴു, പുഴുവിനെ കഴിക്കുന്ന ഓന്ത്, ഓന്തിനെ കഴിക്കുന്ന പാമ്പ്, പാമ്പിനെ കഴിക്കുന്ന കഴുകൻ. അപ്പോൾ ഒരുപാട് ആഹാര ശൃംഖലാജാലം ഇതിൽ തന്നിട്ടുണ്ട്. ഫുഡ് വെബ് നിറയെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോക്കി വെച്ചേക്കുക. എന്താണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു. മനസ്സിലായോ? എന്താണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത നോക്കൂ, കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ. ശൃംഖലകൾ കടലിലും. നമ്മൾ ഇതുവരെ കരയിലുള്ളതായിരുന്നു പറഞ്ഞത്, ഇനി കടലിലുള്ളത് നോക്കാം. ഹാവ് യു സീൻ ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഓൺ ലാൻഡ്? കരയിലെ പലതരം ആഹാര ബന്ധങ്ങൾ കണ്ടല്ലോ. ഇൻ ദിസ് വേ ദ സീ ആൾസോ ഹാസ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാര ബന്ധങ്ങളുണ്ട്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷാർക്ക്, സാർഡൈൻ, സ്മാൾ ഫിഷസ്, സീ ടർട്ടിൽ, പ്ലാങ്ക്ടൺ. അപ്പൊ ഇത്രയും ഏതൊക്കെ? സ്രാവ്, മത്തി, ചെറുമീൻ, കടലാമ, പ്ലവകങ്ങൾ. കരയിലെ പലതര ആഹാര ബന്ധങ്ങൾ നമ്മൾ കണ്ട, അതുപോലെ കടലിലെ കുറെ ജീവജാലങ്ങൾ തന്നിട്ടുണ്ട്. അത് പല ഇത്തരത്തിലെ കടലിലും വിവിധ ആഹാര ബന്ധങ്ങൾ ഉണ്ട്. അത് നോക്കാനാണ്. സം sea creatures are shown in the picture. Look at the information in the table below and draw a food web that include these organisms. കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം ചിത്രീകരിക്കാനാണ്. നോക്കൂ, താഴത്തെ ഒരു ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്നും അതിന്റെ ഫുഡ് എന്തൊക്കെയാണെന്ന്, ജീവികൾ, ആഹാരം, അത് വെച്ചിട്ട് ആഹാര ശൃംഖല ഉണ്ടാക്കാനാണ്, ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്ക്, ഷാർക്ക് എന്തൊക്കെയാണ്? സ്ക്യൂഡ്, ഫിഷസ്, സീ ടർട്ടിൽ, അതിന്റെ ഫുഡ് എന്ന് പറയുന്നത്. സാർഡൈൻ, സ്മാൾ ഫിഷസ്, പ്ലാങ്ക്ടൺ. സാർഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തി. അതിന്റെ ആഹാരം എന്ന് പറയുന്നത് ചെറുമീനു, പ്ലവകങ്ങൾ. അപ്പൊ പ്ലവകങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്ലവകങ്ങൾ? പ്ലാങ്ക്ടൺ ആർ സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് flow freely in water bodies. They are the producers in the habitat സിസ്റ്റം ഓഫ് ദ ഓഷൻ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങൾക്കാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ഇവർ. നമ്മളിപ്പോൾ കരയിലെടുത്താൽ ആവാസ വ്യവസ്ഥയിൽ എടുക്കുമ്പോൾ ഒരു ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പ്ലാന്റിൽ നിന്നാണ്. അതുപോലെ കടലിൽ കാണുന്നത് പ്ലാങ്ക്ടൈൻ ആണ്. പ്ലാങ്ക്ടൈൻ എന്ന് പറയുന്നത് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. അതിൽ നിന്നാണ് ഒരു ഫുഡ് വെബ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ സസ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ പ്ലാങ്ക്ടൈൻ എന്താണെന്ന് മനസ്സിലായല്ല? കടലിന്റെ പുറത്തൂടെ ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലാങ്ക്ടൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ആഹാര ശൃംഖല ജാലം നിർമ്മിക്കാം. ഫുഡ് വെബ് എങ്ങനെ നിർമ്മിക്കാന്ന് നോക്കാം. ഇതിലേതൊക്കെ തന്നിട്ടുണ്ട്? ഇനി സീ ടർട്ടിൽ, അതിന്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് പ്ലാന്റ് പാർട്സ്, ഫിഷസ്, സ്മാൾ ഫിഷസ്, പ്ലാങ്ക്ടൺ. കടലാമയുടെ സസ്യഭാഗങ്ങളും മീനുകളുമാണ് ആഹാരം എന്ന് പറയുന്നത്. ചെറുമീനുകളിൽ പ്ലവകങ്ങളാണ്. ഇതിൽ നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കാം? പ്ലാങ്ക്ടൺ, സ്മാൾ ഫിഷസ്, സാർഡൈൻ. പ്ലാങ്ക്ടൺ, സാർഡൈൻ, ഷാർക്ക്. പ്ലാങ്ക്ടൺ, സ്മാൾ ഫിഷസ്, സ്ക്വിഡ്, ഷാർക്ക്. പ്ലാങ്ക്ടൺ, ഫിഷസ്, സീ ടർട്ടിൽ, ഷാർക്ക്. അപ്പൊ പ്ലാങ്ക്ടൺ ഭക്ഷിക്കുന്ന സ്മാൾ ഫിഷസ്, അതിനെ ഭക്ഷിക്കുന്ന സാർഡൈൻ. സാർഡൈൻ എന്ന് പറയുമ്പോൾ മത്തി. പ്ലാങ്ക്ടൈന് സാർഡൈൻ, സാർഡൈന് ഭക്ഷിക്കുന്ന ഷാർക്ക്. പ്ലാങ്ക്ടൈൻ, സ്മാൾ ഫിഷസ്, അതിനെ ഭക്ഷിക്കുന്ന സ്ക്വിഡ്, കണവ, അതിനെ ഭക്ഷിക്കുന്ന ഷാർക്ക്. പ്ലാങ്ക്ടൈൻ നമുക്ക് പല രീതിക്കും അത് എഴുതാം. പ്ലാങ്ക്ടൺ, ഫിഷസ്, സീ ടർട്ടിൽ, ഷാർക്ക്. അപ്പോൾ ഇതെല്ലാം
ഇത് നമുക്ക് ഇനിയും എഴുതാം ഇതിൽ നിന്ന്. പ്ലവകങ്ങൾ, ചെറുമത്സ്യങ്ങൾ, മത്തി, സ്രാവ്. പ്ലവകങ്ങൾ അതിനെ ഭക്ഷിക്കുന്ന ചെറുമത്സ്യങ്ങളെ ഭക്ഷിക്കുന്ന കണവ, കണവയെ ഭക്ഷിക്കുന്ന സ്രാവ്. അപ്പൊ അതൊരു ഫുഡ് വെബായി. പ്ലവകങ്ങൾ, മത്സ്യങ്ങൾ, കടലാമ, സ്രാവ്, അത് വേറൊരു ഫുഡ് വെബ്. ഇനിയും ഇതിൽ നിന്ന് നമുക്ക് ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പ്ലവകങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. പ്ലാങ്ക്ടൈൻ എന്ന് പറഞ്ഞാൽ സ്മാൾ പ്ലാന്റ്സ് ഫ്ലോ ഫ്രീലി ഇൻ ദ വാട്ടർ ബോഡീസ്. ഓക്കെ, ക്ലിയർ ആയോ? അതത്രയും. അടുത്ത, സോ മെനി ഫുഡ് റിലേഷൻഷിപ്പ്. ഒബ്സർവ് ദ ട്രീ ഇൻ യുവർ സറൗണ്ടിങ്സ് കണ്ടിന്യൂസ്ലി ഫോർ എ ഫ്യൂ ഡേയ്സ്. ഡ്രോ എ ഫുഡ് വെബ് ഇൻ യുവർ സയൻസ് ഡയറി ഇൻക്ലൂഡ്സ് ദ ഓർഗാനിസം യു ഒബ്സർവ്ഡ്. എത്ര ആഹാരബന്ധങ്ങൾ നമ്മളൊരു ട്രീ നിരീക്ഷിച്ചാൽ ആ ട്രീയിൽ തന്നെ ഒത്തിരി ജീവജാലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ജീവജാലങ്ങളെല്ലാം പരസ്പരം ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ട്രീ നിരീക്ഷിച്ച് ആ ഒരു ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്ക്. ഫോർ സർവൈവൽ, നിലനിൽപ്പിനായി. ഒബ്സർവ് ദ പിക്ചർ, നിലനിൽപ്പിനായി ഈ ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ? നോക്ക്, അതിലൊരു പൂളിൽ നോക്കി നമുക്ക് എന്തോ ഒരു മത്സ്യത്തിനെ കാണാം അല്ലേ? വാട്ട് കമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? അപ്പോൾ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? ഇപ്പോൾ ഒരു കുളം എടുത്തു കഴിഞ്ഞാൽ അതിലും എന്തായാലും മത്സ്യം ഉണ്ടാവും. അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വരും? എന്തൊക്കെ വരും? ഇതിൽ 2 തന്നിട്ടുണ്ട്. സൺലൈറ്റും അക്വാട്ടിക് പ്ലാന്റ്സും തന്നിട്ടുണ്ട്. സൂര്യപ്രകാശവും ജലസസ്യങ്ങളും തന്നിട്ടുണ്ട്. സൂര്യപ്രകാശവും വേണം, ജലസസ്യം വേണം. അതൊന്നും ഇല്ലെങ്കിൽ ഫിഷിന് ജീവിക്കാൻ പറ്റില്ല. പിന്നെ എന്തോന്ന് വേണം? വാട്ടർ വേണം, ഓക്സിജൻ വേണം, മൈക്രോ ഓർഗാനിസം, കുഞ്ഞു ഓർഗാനിസംസ് വേണം. പിന്നെ എന്തോന്നാണ്? വോംസ്, ഫേവറബിൾ ടെമ്പറേച്ചർ. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഒരു മത്സ്യത്തിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വാട്ട് ആർ ദ കമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? സൺലൈറ്റ്, അക്വാട്ടിക് പ്ലാന്റ്സ്, വാട്ടർ, ഓക്സിജൻ, മൈക്രോ ഓർഗാനിസം, വോംസ്, ഫേവറബിൾ ടെമ്പറേച്ചർ. അപ്പൊ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ വേണം? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ, ജലം, ഓക്സിജൻ, സൂക്ഷ്മാണുക്കൾ, വിരകൾ, അനുയോജ്യമായ താപനില. അപ്പൊ ഏതൊരു ജീവിയെ എടുത്താലും അവയ്ക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഘടകങ്ങൾ ഉണ്ട്. അതിന് ഒരു ജീവിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുകയില്ല. അതിന്റെ നിലനിൽപ്പിന് ഒരുപാട് ജീവജാലങ്ങൾ ചിലപ്പോൾ അതിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് നോക്കൂ. കുളത്തിലെ മറ്റു ജീവികൾക്ക് നിലനിൽക്കാൻ പല ഘടകങ്ങൾ ആവശ്യമല്ലേ? അപ്പൊ കുളത്തിലെ ഘടകങ്ങളെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ്. ഡോണ്ട് യു തിങ്ക് അതർ ഓർഗാനിസം ഇൻ ദ പോണ്ട് ആൾസോ നീഡ് ദീസ് കമ്പോണൻസ് ടു സർവൈവ്? എന്നല്ലോ, ഏത് ജീവജാലം എടുത്താലും അവയ്ക്ക് നിലനിൽക്കാൻ മറ്റുള്ള ജീവികളെ ആശ്രയിച്ചേ പറ്റുള്ളൂ. മറ്റുള്ള ജീവികൾ മാത്രമല്ല, മറ്റുള്ള ഘടകങ്ങളെ ആശ്രയിച്ചേ തന്നെ പറ്റുള്ളൂ. അതില് ഇത് ആ ഒരു കുളം എടുത്തു കഴിഞ്ഞാൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കുളത്തിലെ ഘടകങ്ങളെ തരംതിരിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ലിവിങ് തിങ്സ് എന്നും നോൺ ലിവിങ് തിങ്സ് എന്നും, ജീവനുള്ളവയെന്നും ജീവനില്ലാത്തവയാണ്. ഫിഷ്, ജീവനുള്ളവയ്ക്ക് നമുക്ക് എന്തൊക്കെ പറയാം? ഫിഷ്, ക്രാബ്, ഡക്ക്, ക്രെയിൻ ഒക്കെ പറയാം ജീവനുള്ളവയ്ക്ക്. ഫ്രോഗ്, സ്നേക്ക്, ടോർട്ടോയിസ്, ഗ്രാസ് ഹോപ്പർ, ഇതെല്ലാം ആ കുളത്തിൽ ഉള്ളതാണ് ജീവനുള്ള വസ്തുക്കൾ. നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെ വരുന്നുണ്ട് അതിൽ? സാൻഡ്, സ്റ്റോൺ, വാട്ടർ, എയർ ഒക്കെ നോൺ ലിവിങ് തിങ്സ് ആണ്. കുളത്തിലെ ജീവനുള്ളവ ഏതൊക്കെയാണ്? ജലസസ്യങ്ങൾ, മീനുകൾ, ഞണ്ട്, തവള, നീർക്കോലി, ആമ, പായൽ, കൊക്ക്, ഇതെല്ലാം ജീവനുള്ളവയിൽ വരുന്നതാണ്. ജീവനില്ലാത്തവയിൽ വരുന്ന ഏതൊക്കെയാണ്? വായു, മണ്ണ്, ജലം, കല്ലുകൾ, ഇതെല്ലാം ജീവനില്ലാത്തവയിൽ വരുന്നതാണ്. ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കാണ് അതൊരു ആവാസ വ്യവസ്ഥയായിട്ട് വരുന്നത്. അവിടെ ആ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫുഡ് വെബ് എന്താണെന്ന് പഠിച്ചു. പലതരം ജീവികളുടെ ആഹാരത്തെ കുറിച്ച് പഠിച്ചായിരുന്നു. പിന്നെ ഓരോ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ ജീവികൾ ജീവിക്കുന്ന എന്തിനെല്ലാം പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്ന പല ഘടകങ്ങൾ ആവശ്യമാണെന്നുള്ള കാര്യം പഠിച്ചു. ഓക്കെ, ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറന്നു പോകരുത്. ടിങ് ടോണി. ഓക്കെ, താങ്ക് യു.